അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, റമദാൻ സമാഗതമായി കഴിഞ്ഞു. റജബ് മുതൽ നമ്മൾ റമദാനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കുത്തിബ അലൈക്കും സിയാമ കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്ന് ഖുർആൻ വിശദമാക്കുന്നുണ്ട്. റമദാനിൽ നോമ്പ് അനുഷ്ഠാനം, വ്രതാനുഷ്ഠാനം റമദാനിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതിൽ നിർബന്ധമാക്കപ്പെട്ട കാര്യവുമാണ്. അപ്പോൾ ആ വ്രതാനുഷ്ഠാനത്തിലൂടെ തഖ്വയിലേക്കാണ് അള്ളാഹു നമ്മെ കൊണ്ടുപോകുന്നത്. മുൻകാലങ്ങളിലുള്ള ജനതക്കും ഇതുപോലെയുള്ള വ്രതാനുഷ്ഠാനം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ച എന്നുള്ള നിലക്ക് തന്നെയാണ് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനും പരിശുദ്ധ റമദാൻ മാസത്തിൽ വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ റമദാൻ ഒറ്റവാക്കി തന്നെ പറഞ്ഞാൽ ചെയ്യാൻ മാത്രമല്ല, ചെയ്യാതിരിക്കാൻ കൂടിയാണ്. അതായത് റമദാനിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ അത് ചെയ്തുകൊണ്ട് ഇരട്ടി പ്രതിഫലം നമുക്ക് നേടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. അതോടൊപ്പം തന്നെ ബോധപൂർവം പല കാര്യങ്ങളും ചെയ്യാതിരിക്കാനും റമദാൻ പ്രത്യേകമായി നമ്മെ നിഷ്കർഷിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നന്മ ചെയ്യുക, ചെയ്യാതിരിക്കുക എന്നുള്ളത് തിന്മകളാണ്. തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുക. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞതുപോലെ ഉത്തമ സമൂഹത്തിൻ്റെ ഉത്തമമായിട്ടുള്ള അതിൻ്റെ നിദാനം എന്നുള്ളത് നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം, തിന്മയോട് വിട്ടുനിൽക്കുന്ന ജീവിതം അത് തന്നെയാണ്. അത് ഏറ്റവും കൂടുതൽ ഫലപ്രദമാക്കാൻ കഴിയുന്നൊരു മാസം കൂടിയാണ് റമദാൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ അനാവശ്യമായത് ഒഴിവാക്കലും ഒരു വിശ്വാസത്തിൻ്റെ ഒരു സൗന്ദര്യമായിട്ട് തന്നെയാണ് വിശുദ്ധ ദീൻ നമുക്ക് പറഞ്ഞു തരുന്നത്, പഠിപ്പിച്ച് തരുന്നത്. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അത് ഒഴിവാക്കുക എന്നുള്ളത് തന്നെ മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു സൗന്ദര്യമാണ്. അപ്പോൾ ആ സൗന്ദര്യത്തെയും ഏറ്റവും ഏറെ നമുക്ക് കാത്തു സൂക്ഷിക്കുവാൻ കഴിയുന്നൊരു മാസം കൂടിയാണ് മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാല യഅനി എന്നുള്ളതാണ്. അതായത് അനാവശ്യമായ കാര്യങ്ങൾ അത് ഒഴിവാക്കി ജീവിതത്തിൻ്റെ സൗന്ദര്യത്തെ നമുക്ക് വീണ്ടെടുക്കുവാൻ കഴിയുന്നൊരു സന്ദർഭം കൂടിയായിട്ട് റമദാനിനെ നമുക്ക് കാണുവാൻ കഴിയും. പിന്നെ ഹൃദയ വിശുദ്ധിയാണ്, പറയേണ്ടതില്ലല്ലോ. അള്ളാഹു നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ്, നമ്മുടെ ഉപഭാഗങ്ങളിലേക്കൊന്നുമല്ല. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ് അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഹൃദയത്തിൻ്റെ സൗന്ദര്യം, ആ ഹൃദയത്തിൻ്റെ വിശുദ്ധി, ആ ഹൃദയത്തിൻ്റെ പവിത്രത, അതാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം. അതിലേക്കൊക്കെ നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കുന്നൊരു മാസം കൂടിയായിട്ടാണ് റമദാനിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ സഹനം, സമയനിയന്ത്രണം, സ്വയം നിയന്ത്രണം. റമദാൻ നിയന്ത്രണത്തിൻ്റെ കാലമാണല്ലോ. റമദാനിലെ സമയം ഒരു മാസമാണ് നമുക്ക് റമദാനിലുള്ളത്. ഈ ഒരു മാസം 1000 മാസങ്ങളേക്കാൾ പുണ്യകരമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. 1000 മാസങ്ങളേക്കാൾ പുണ്യകരമായ ഒരു രാത്രി ഈ മാസത്തിൽ വരാനുണ്ട്. പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട ലൈലത്തുൽ ഖദറിൻ്റെ ആ മാസമാണ്. അപ്പോൾ ആ മാസം അതുകൊണ്ട് അനുഗ്രഹീതമായ റമദാൻ, അതിൻ്റെ മറ്റ് ദിനരാത്രങ്ങളും അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെയൊക്കെ സമയം നഷ്ടപ്പെടുത്താതെ അതിനൊക്കെ എങ്ങനെയെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും, അതാണ് നമ്മൾ നോക്കേണ്ടത്. സമയ നഷ്ടം ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ഇൽമിനെ, നമ്മുടെ ഇബാദത്തിനെ വീണ്ടെടുക്കുവാനുള്ള ഏറ്റവും നല്ലൊരു സന്ദർഭമായി പരിശുദ്ധ റമദാനിലെ ദിനരാത്രങ്ങളെ നമുക്ക് മാറ്റിയെടുക്കുവാൻ കഴിയും. ഖുർആൻ പാരായണം, ഖുർആൻ പഠനം, മറ്റ് നസീഹത്ത്, തസ്കിയത്ത്, തർബിയത്ത്, ഇതിനെല്ലാം പ്രാമുഖ്യം കൊടുക്കേണ്ടത്. അനാവശ്യമായിട്ടുള്ള വാക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിന്നുകൊണ്ട്, അനാവശ്യമായിട്ടുള്ള മറ്റ് പെരുമാറ്റങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിന്നുകൊണ്ട് ജീവിതത്തെ വിശുദ്ധിയുടെ മാർഗത്തിൽ കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ല ഒരു സന്ദർഭമാണ്. അത് അള്ളാഹു വെറുതെ നമ്മൾ പട്ടിണി എടുക്കുന്നതിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. റമദാനിൽ വെറുതെ പട്ടിണി നോമ്പ് അനുസരിച്ചുകൊണ്ട് ആ പട്ടിണിയല്ല അള്ളാഹു ഇഷ്ടപ്പെടുന്നത്, മറിച്ച് നമ്മൾ ഭക്തിയോടെയുള്ള പട്ടിണിയാണ്. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അവൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ഞാൻ നോമ്പനുഷ്ഠിക്കുന്നതെന്നുള്ള ആ പരമവിശുദ്ധമായ ആ ഒരു ചിന്തയോടെ തന്നെ നമുക്ക് നോമ്പനുഷ്ഠാനത്തെ കാണേണ്ടതുണ്ട്. അപ്പോഴേ അതിൻ്റെ പരിപൂർണ്ണ പ്രതിഫലത്തെ റയ്യാൻ കവാടത്തിലൂടെ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം. അവിടെ സ്വർഗത്തിൽ ആ ഒരു കവാടമുണ്ടല്ലോ, നോമ്പനുഷ്ഠിച്ചവർക്ക് ലഭിക്കുന്ന ഒരു കവാടം, ഒരു പരിശുദ്ധ സ്വർഗത്തിൻ്റെ കവാടമാണ്. അപ്പോൾ ആ റയ്യാൻ കവാടത്തിലൂടെ വിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് എത്തിച്ചേരാൻ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രവൃത്തികളെ ഏറ്റവും ഏറെ നന്മയുടെ പാതയിലൂടെ കൊണ്ടുപോയിക്കൊണ്ട് ആ റയ്യാൻ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള അവസരം കൂടിയായിട്ട് നമ്മുടെ റമദാനിനെ നമുക്ക് കാണുവാൻ കഴിയണം. റമദാനിൽ മറ്റുള്ളവർ കാണാത്ത നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാവരെയും കാണിച്ചുകൊണ്ടല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ നന്മകൾ മറ്റൊരു കാണിക്കാത്ത ഒരു വലത്തെ കൈ കൊടുക്കുന്ന ഇടത്തെ കൈ അറിയേണ്ട
ആ നിലക്ക് തന്നെ അല്ലാതെ ആരെയും കാണിക്കാൻ വേണ്ടി സദക്ക ചെയ്യുക, കാണിക്കാൻ വേണ്ടി നന്മ ചെയ്യുക, അതൊന്നും അള്ളാഹ്ക്ക് താല്പര്യമില്ല. അതേ അവസരത്തിൽ അള്ളാഹുവിൻ്റെ ആ പരിപൂർണമായ തൃപ്തി കാക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇബാദത്ത് ചെയ്യുക, നന്മ ചെയ്യുക, സദക്ക ചെയ്യുക, മറ്റു കാര്യങ്ങളിൽ നല്ല പെരുമാറ്റത്തോടെ നമ്മൾ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് റമദാൻ നമുക്ക് നൽകുന്ന സന്ദേശം. അതിലൂടെ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുവാൻ ഈ മാസത്തെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയംഗമമായ റമദാൻ ആശംസകൾ നേരുന്നു.